സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, തൃക്കാർത്തികയാണ്, പ്രദോഷവുമാണ്. രാവിലെ ആദ്യം തന്നെ വാതുക്കൽ വിളക്ക് വെച്ചു, പടിയിൽ പൂക്കൾ വെച്ച് അലങ്കരിച്ചു. പൂജാമുറിയിൽ വന്ന് വിളക്കുകളെല്ലാം കൊളുത്തി അഭിഷേകവും അലങ്കാരങ്ങളും ചെയ്തു. ധൂപ ദീപ കർപ്പൂര ആരാധന നടത്തി നിവേദ്യവും താമ്പൂലവും നൽകി ബ്രഹ്മമുഹൂർത്ത പൂജ ഭംഗിയായി ചെയ്തു തീർത്തു. പ്രദോഷമായതുകൊണ്ട് നേരത്തെ തന്നെ വിളക്ക് വയ്ക്കുവാനുള്ള ഒരുക്കങ്ങൾ ഒക്കെ നടത്തി. അകവും മുറ്റവും എല്ലാം തൂത്ത് വൃത്തിയാക്കി പടികൾ ഒക്കെ കഴുകിയിട്ടു. 5 മണിയായപ്പോഴത്തേക്ക് വെളിയിലും പൂജാമുറിയിലും വിളക്ക് കൊളുത്തി. സാധാരണയായി പ്രദോഷ ദിവസം 5:30-ക്കാണ് വിളക്ക് കൊളുത്തുന്നത്. ഇന്ന് അഭിഷേകങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് 5 മണിക്ക് തന്നെ വിളക്ക് കൊളുത്തി. അഭിഷേകത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ താഴെ ഒരു പലകയിൽ ഒരു തട്ടത്തിൽ ഇരുത്തി. ഭഗവാനെ ഇരുത്തുന്നതിന് മുൻപായി ഇരുവശത്തും വിളക്കുകൾ തെളിയിച്ചു. അതിനുശേഷമാണ് ഭഗവാനെ ഇരുത്തിയത്. രാവിലെ ഭഗവാനെ ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്തു വച്ചിരുന്നു. അത് ഞാൻ ചെറിയൊരു കുപ്പിയിലാക്കി വെച്ചു. ഇതാണ് ഞങ്ങൾ നെറ്റിയിൽ തൊടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഭഗവാനെ അഭിഷേകം ചെയ്യുവാനുള്ള വെള്ളത്തിൽ പനിനീരും പച്ചക്കർപ്പൂരവും ചേർത്താണ് ഉപയോഗിക്കുന്നത്. കൂടാതെ വെള്ളം മന്ത്രം ചൊല്ലി ഗംഗാജലമായി സങ്കല്പിച്ചതിന് ശേഷമാണ് അഭിഷേകം ചെയ്യുന്നത്. വെള്ളം കൂടാതെ ഇന്ന് പാലും പനിനീരും തേനും ആണ് അഭിഷേകത്തിനായി എടുത്തത്. ആദ്യം പാലുകൊണ്ടും രണ്ടാമത് തേനുകൊണ്ടും മൂന്നാമത് പനിനീരും കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. ഓരോ അഭിഷേകത്തിന് ശേഷവും ധൂപ ദീപ ആരാധന ചെയ്തു. അത് കഴിഞ്ഞ് വെള്ളം കൊണ്ട് അഭിഷേകവും ചെയ്തു. എല്ലാ അഭിഷേകവും കഴിഞ്ഞ് ശിവലിംഗം നന്നായി കഴുകിയെടുത്തു. അതിനായി സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചത്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലാണ് കഴുകിയെടുത്തത്. കഴുകിയതിന് ശേഷം വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുത്തു. ഭഗവാനെ സാധാരണ വയ്ക്കാറുള്ള സ്ഥലത്ത് തന്നെ തിരികെ വച്ചു. ചന്ദനവും കുങ്കുമവും ചാർത്തി പൂക്കൾ സമർപ്പിച്ചു. ഭസ്മം കൊണ്ട് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്തു. നിവേദ്യം നൽകി. വെള്ള നിവേദ്യവും ശർക്കര പായസവുമാണ് ഇന്ന് നിവേദിച്ചത്. താമ്പൂലവും സമർപ്പിച്ചു. പ്രദോഷപൂജ ഭംഗിയായി ചെയ്തു. ഇന്ന് തൃക്കാർത്തികയായതുകൊണ്ട് വെളിയിലെല്ലാം വിളക്കുകൾ തെളിയിച്ചു. ഞാൻ പൂജയുടെ തിരക്കിലായിരുന്നതുകൊണ്ട് കുട്ടികളാണ് അതെല്ലാം ചെയ്തത്. ചതുരത്തിൽ വാഴയിലയെല്ലാം കട്ട് ചെയ്ത് അതിലാണ് ചിരാതെല്ലാം വച്ചത്. വളരെ ഭംഗിയായി അവരതെല്ലാം ചെയ്തു. വെള്ളിയാഴ്ച രാത്രി ചെയ്യുവാറുള്ള ലക്ഷ്മി പൂജയും കൂടി ചെയ്തു കഴിഞ്ഞിട്ടാണ് എൻ്റെ പൂജകളെല്ലാം അവസാനിപ്പിച്ചത്. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി.